ഓച്ചിറ വലിയകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ക്ഷേത്ര സമർപ്പണവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും നടന്നു. പ്രഭാഷണം, പ്രസാദമൂട്ട്, നാമജപം എന്നിവ ചടങ്ങുകളുടെ ഭാഗമായി നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഓച്ചിറ വലിയ കുളങ്ങര ദേവീക്ഷേത്രത്തിലെ ക്ഷേത്ര സമർപ്പണവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും നടന്നു. രാവിലെ 5:30 ഗണപതി ഹോമം, 6:30 വിഷ്ണു സഹസ്രനാമ ജപം, ഗ്രന്ഥപൂജ, 11:30 പ്രഭാഷണം, 1 പ്രസാദമൂട്ട്, 2 മുതൽ പാരായണം തുടർച്ച, വൈകിട്ട് 6 ലളിത സഹസ്രനാമ ജപം, 7 മുതൽ AM ബഷീർ പ്രഭാഷണം നടത്തി. ഈ ഉപനിഷത്തുകളും ആരണ്യകങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ വായിക്കുമ്പോൾ പലപ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, 1000 കൊല്ലം ആയുസ് തന്നിരുന്നെങ്കിൽ. 1000 കൊല്ലം ആയുസ് കിട്ടിയെങ്കിൽ ഇത് വായിക്കാൻ പറ്റും, പഠിക്കണേ പിന്നെയും വേണം. ഇതൊക്കെ മനുഷ്യൻ എങ്ങനെ നിർമ്മിച്ചു എന്ന് അത്ഭുതപ്പെട്ടു പോകും. അങ്ങനത്തെ വലിയ നിധിയാണ് നമ്മുടെ ഭാരതത്തിന് കിട്ടിയ സനാതന ധർമ്മവും അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥാവലികളുടെ കോടാനുകൂടി ഖജനാവും. അതിൽ നമ്മുടെ ലഹരിയെക്കുറിച്ചും അഡിക്ഷനെ കുറിച്ചും വളരെ മനോഹരമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലഹരി എന്ന് പറയുന്നത് അഡിക്ഷൻ ആണ്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിന് അടിമപ്പെട്ടു പോകുന്നതാണ് അഡിക്ഷൻ. അത് ലഹരി മാത്രം അല്ല. ഞാന് ഡോക്ടറാണ്, നോട്ടീസിൽ ഡോക്ടർ എന്ന് ചോദിക്കാൻ മറന്നുപോയതാണെന്ന് തോന്നുന്നു, അഥവാ അറിഞ്ഞുകൂടാനിട്ടാണെന്നൊന്നും അറിയത്തില്ല. വെറും ഡോക്ടറല്ല, ചങ്ങമ്പുഴയുടെ വാഴക്കൊല വൈരോപ്പള്ളി എഴുതിയതാണെന്ന് തീസിസ് കൊടുത്ത് ഡോക്ടറേറ്റ് നേടിയതല്ല, ചികിത്സിക്കുന്ന ഡോക്ടറാണ്. വെറും ഡോക്ടറല്ല. ആദ്യം ആയുർവേദം പഠിച്ച് പിന്നെ അലോപ്പതി പഠിച്ച് സ്പെഷ്യലൈസേഷൻ ഇൻ സൈക്യാട്രി, മനോരോഗ ചികിത്സകനായ ഡോക്ടറാണ്. കേരള വനിതാ കമ്മീഷന്റെ കൌൺസിലറാണ്. 14 ജില്ലയിലും കുടുംബ കോടതിക്ക് വേണ്ടി കൌൺസിൽ ചെയ്യുന്ന ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രം എന്തിനാ ഇത്രയും പറഞ്ഞെന്നറിയാമോ? ഞാൻ ഈ അഡിക്ഷൻ എന്താണെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത്, അല്ലാതെ ഞാൻ വലിയ കേവനാണെന്ന് സ്ഥാപിക്കാനല്ല. ആരും ഒന്നും ഒരിക്കലും കേവനല്ല. എത്ര പഠിച്ചാലും അവസാനിക്കാൻ പറ്റുമോ? ജന്മം മുഴുവൻ പഠിച്ചാലും മനുഷ്യന് പഠിത്ത് അവസാനിപ്പിക്കാൻ പറ്റുമോ? ജനിക്കും തൊട്ട് നാം ഓരോന്ന് പഠിക്കണം. ഏതുവരെ? മരണം വരെ. അപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിത്തം മതിയാക്കിയിടാം പ്രാണൻ മേനി വിടുന്ന നാം. അതുവരെ നമ്മൾ പഠിച്ചാലും തീരില്ല. മരിക്കുമ്പോഴും നമ്മളൊരു കാര്യം പഠിക്കുകയാണ്, എങ്ങനെയാ മരിക്കേണ്ടതെന്ന് പഠിക്കും. തുടർന്ന് നാമജപം, ഭജന, ദീപാരാധന എന്നീ ചടങ്ങുകൾ നടന്നു. ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. CD Net ന്യൂസ്, ഓച്ചിറ.